നമസ്കാരം, ഷെരീഫ്. മറ്റൊരു ബിസിനസ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ്സുകാർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രധാന ഘടകമാണ് ജീവനക്കാർ. നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഓൺബോർഡ് ചെയ്തു നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന അവസരങ്ങളിലൊക്കെ അവർ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങളെയും ഏറ്റെടുത്ത് ചെയ്യുന്നത്? ആ ജീവനക്കാരനെ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ പ്രവർത്തനങ്ങളെയും കുറിച്ച് ബോധ്യപ്പെടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഓരോ അവസരത്തിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജീവനക്കാരെ ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടതായ ജോലികൾ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് മറ്റൊരാളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തൊക്കെ ജോലികളാണ് നിങ്ങൾ ആ ജീവനക്കാരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് ആ ജീവനക്കാരനൊരു മുഴുവൻ ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ ലഭിക്കില്ല. കാരണം ഓരോ അവസരത്തിലും നീ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പല കാര്യങ്ങളിലും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങളൊരു ജീവനക്കാരനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് കൊണ്ടുവരുന്നു എന്ന് കരുതുക. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് നിങ്ങൾ സെയിൽസ്മാൻ ആയിട്ട് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിനോട് നിങ്ങൾ പറയുന്നത്, നീ സെയിൽസ്മാൻ ആണ്, വരുന്ന കസ്റ്റമറെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം, ആ കസ്റ്റമറെ കാര്യങ്ങൾ സെല്ല് ചെയ്യണം, ഇതാണ് നിൻ്റെ ജോലി എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ജോബ് ഏൽപ്പിക്കുന്നു, അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ ദിവസം ആകുന്നു. അദ്ദേഹം ഈ ഡിസ്പ്ലേ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ അടുത്ത കസ്റ്റമർ വരുമ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ആദ്യം എടുത്ത ഡിസ്പ്ലേ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ട്. പലത് സെയിൽ നടക്കുന്നു, പലത് സെയിൽ നടക്കുന്നില്ല. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആവാതെ പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ബിസിനസ് രൂപത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അന്ന് രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തോട് പറയുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നു, നിൻ്റെ ഈ പരിസരം കംപ്ലീറ്റ് നീ രാവിലെ വന്നാൽ നീ ക്ലീൻ ചെയ്യണം, തറ തുടയ്ക്കണം, ഗ്ലാസ്സുകളൊക്കെ തുടയ്ക്കണം എന്നുള്ള ജോലി നിങ്ങൾ ആ സെയിൽസ്മാനോട് പറയുകയാണ് എന്ന് കരുതുക. ആ സെയിൽസ്മാനിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രതികരണം ലഭിക്കുന്നു, ഇതെൻ്റെ ജോലിയല്ല, ഞാൻ ഇവിടെ സെയിൽസ്മാൻ ആയിട്ടാണ് വന്നത്, ക്ലീനിങ് സ്റ്റാഫ് അല്ല എന്ന് നിങ്ങളോട് തിരിച്ചു പറയുന്ന ഒരു സാഹചര്യം ആ സെയിൽസ്മാനിൽ നിന്നുണ്ടാകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഈ സെയിൽസ്മാൻ എന്ന വ്യക്തിയെ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇതൊക്കെ ചെയ്യേണ്ട ജോലി ഇദ്ദേഹത്തിൻ്റെതാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അത് നിങ്ങൾ ഫുൾ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സംസാരം വരാനുള്ള കാരണം. ഇവിടെയാണ് ഓരോ ബിസിനസ്സിലും ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ പ്രാധാന്യം വരുന്നത്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഈ ബിസിനസ് ഓണറുടേതാണ്. അതിന് നിങ്ങൾ കൃത്യമായ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് ഇദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവണം. അത് വെച്ചുകൊണ്ട് നിങ്ങളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ, ആ ഒരു പൊസിഷൻ ആവശ്യമായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. അതിൽ അദ്ദേഹം ഈ ജോലിക്കാരൻ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് ഫുള്ളായിട്ട് നിങ്ങൾ അതിലൊരു ക്ലാരിറ്റി വരുത്തണം. അതിൻ്റെ ജോബിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും അതിൽ കൃത്യമായിട്ട് പറയണം. ഇത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ ജോലി, ഈ പൊസിഷനിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ജീവനക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തണം അവിടെ. അങ്ങനെ വരുമ്പോൾ അവരുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ കൊടുത്ത ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ജോലിയിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എങ്കിൽ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഈ ജോലിക്ക് തയ്യാറാവുന്നത്.
അപ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞ ജോലികളിൽ എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്നൊരു പാകപ്പിഴവ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇത് പറഞ്ഞ കാര്യമാണ്, നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ജീവനക്കാരൻ്റേതുമാണ്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് ചെയ്യാത്തത് കൊണ്ട് പല ബിസിനസ്സുകളിലും അവരുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. കസ്റ്റമർക്ക് നല്ല സപ്പോർട്ട് കിട്ടാതെ കസ്റ്റമർ വിട്ടുപോകുന്നുണ്ട് ബിസിനസ്സുകളിൽ നിന്ന്. അപ്പം നമുക്ക് വേറൊന്നും ഇതിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടതില്ല. നിങ്ങളൊരു ജീവനക്കാരനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എടുക്കുമ്പോൾ ഏത് പൊസിഷനിലേക്കാണ് ആ ജീവനക്കാരെ കൊണ്ടുവരുന്നത്, നിങ്ങൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. അത് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുക. എന്നിട്ട് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകുക. ഒരു ഓൺ ബോർഡിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതെ നിങ്ങൾ ഒരാളെയും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ കരുതുന്നു. മറ്റ് നല്ല ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിസ്ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മാറിയിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ബിസ്ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. ബിസ്ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യാനുള്ള നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊന്നിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്നുകൊണ്ട് ബിസിനസ്സിനെ വളർത്തിയെടുക്കാം നമുക്ക്. താങ്ക് യു. മറ്റ് നല്ലൊരു ബിസിനസ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.